സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു സംഗതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. അത് കരുതുന്നത് തന്നെ തെറ്റാണ്. അദ്ദേഹത്തിനോടൊരു മാധ്യമപ്രവർത്തകൻ, ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത രീതിയിലുള്ള വിരുദ്ധതയുണ്ടല്ലോ, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ. താങ്കൾ എന്തെങ്കിലും താങ്കൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു സ്വയം വിമർശനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്. തിരിച്ച് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട മറുപടിയാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് സ്വയം വിമർശനം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കും? അത് ഞാൻ കണ്ടു. അത് ചോദിച്ചയാളും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളാണ്. അതെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം വെച്ച് ഒന്ന് ഉള്ളു തുറന്ന് കിട്ടിയെങ്കിലോ എന്ന് വെച്ച് ചോദിച്ചതാണ്. പക്ഷെ പിണറായി വിജയന് തുറക്കാൻ ഇനിയൊരു ഉള്ളില്ല എന്ന് ആദരണീയനായ ആ പത്രപ്രവർത്തകന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ, ആദ്യത്തെ കാര്യം അദ്ദേഹം ഈ ആവർത്തിച്ച് അതിനകത്ത് പ്രയോഗിക്കുന്ന വാക്ക് ചെറ്റത്തരം എന്നാണ്. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒക്കെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ആവർത്തിച്ച് മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കുന്ന വാക്കാണ് അത്. മാധ്യമപ്രവർത്തകരായാലും എതിരാളികളായാലും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 2 വാക്കാണ് കാര്യമായി അദ്ദേഹം ആവർത്തിക്കാറ്. 2-3 വാക്കുകൾ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലൊക്കെ ആദ്യം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച് കണ്ടുള്ള ചെറ്റത്തരം തന്നെയാണ്. രണ്ടാമത് അദ്ദേഹം ഈ പറഞ്ഞ പരനാറി മുതൽ നികൃഷ്ട ജീവി വരെയുള്ളതൊക്കെ മാറി മാറി പ്രയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വൊക്കാബുലറി ഉണ്ടല്ലോ, ഈ ടെർമിനോളജി, ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുന്നതിൽ, വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചില രീതിശാസ്ത്രമുണ്ട്. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ ചെറ്റത്തരം എന്നൊക്കെ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ചെറ്റ എന്ന വാക്ക് എങ്ങനെയാണ് തെറിയായി തീരുന്നത്? ചെറ്റക്കുടിൽ കഴിയുന്നവനെ കുറിച്ച് പണ്ട് കൊട്ടാരത്തിൽ കഴിയുന്നവൻ വിളിച്ച പേരാണത്. പട്ടിണിപ്പാവങ്ങൾ പ്രയോഗിക്കുന്ന ഒരു തെറിവാക്ക് ആലോചിച്ച് നോക്കൂ. പണ്ട് ഇപ്പോൾ ഇതിന് സമാനമായ വാക്ക് നമ്മൾ ഈ സ്വന്തമായി ഒന്നും ഇല്ലാത്തവൻ ഈ കിട്ടുന്നതൊക്കെ പെറുക്കി തെണ്ടിപ്പെറുക്കി നടക്കുന്നവനെ നമ്മൾ പെറുക്കി എന്ന് വിളിക്കും, ചിലപ്പോൾ തെണ്ടി എന്ന് വിളിക്കും. ഇതൊന്നും ഒരു പ്രോലിറ്റേറിയൻ പാർട്ടി, അതെ, അതാണ് ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ നിസ്വരായ മനുഷ്യരുടെ അധ്വാനശേഷി അല്ലാതെ മറ്റൊന്നും, ഇനിയിപ്പോൾ അതുപോലും ഇല്ലാതാവുമ്പോൾ അധ്വാനശേഷി മാത്രമുള്ളവൻ, മറ്റൊരു ആസ്തിയും ഇല്ലാത്തവനെയാണ് നമ്മൾ തൊഴിലാളി എന്ന് വിളിക്കുക. അധ്വാനശേഷി മാത്രമുള്ള ഒരാൾക്ക് അധ്വാനിക്കാൻ ശേഷി ഇല്ലാതാവുമ്പോൾ അയാളുടെ നിവൃത്തികേട് കൊണ്ട് അയാൾ ചെയ്യുന്നതാണ് ഈ തെണ്ടുക, പെറുക്കുക, ചെറ്റക്കുടിൽ കഴിയുക എന്നൊക്കെ പറഞ്ഞത്. ഇല്ലാത്തവൻ്റെ മുദ്രകളാണതൊക്കെ. ഇതൊക്കെ തെറിവാക്കായി തീരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പണ്ട് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ വിഖ്യാതമായൊരു കവിത ഉണ്ടായിരുന്നു. കുഞ്ഞപ്പ പട്ടാനൂരിൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും കവിത ഇങ്ങനെയാണ്: ചെറ്റയും തെണ്ടിയും പെറുക്കിയും തെറിയല്ല, ടാറ്റയും ബിർളയും ഗോയങ്കയുമാണ് തെറി. അങ്ങനെയാണെങ്കിൽ പുതിയ കാലത്ത് അദാനിയും അംബാനിയും ഒക്കെയാണ് തെറി എന്നല്ലേ പറയേണ്ടത്? അത് അങ്ങനെ ഒരു ബേസിക് അടിസ്ഥാന ധാരണ പോലും ഇല്ലാതെയാണ് മനുഷ്യർക്ക് നേരെ ഈ ഇദ്ദേഹം വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഇദ്ദേഹം സ്വയം വിമർശനത്തിന് തയ്യാറാണോ എന്ന ചോദ്യത്തേക്കാൾ പ്രധാനം അദ്ദേഹം ആരാണെന്ന്, എവിടെയാണ് ഇരിക്കുന്നതെന്ന്, ഏത് വഴിക്കാണ് വന്നതെന്ന് അദ്ദേഹം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പത്രക്കാർ അദ്ദേഹത്തോട് എന്നും ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന് മുമ്പിൽ ചോദ്യങ്ങളുമായി ചെന്നിട്ടൊരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ എന്താണോ ഉള്ളത് കേട്ടുപോരാം എന്താണ് ഒരു കാര്യം. ആലോചിച്ച് നോക്കൂ. ഇനി ഈ വിഷയത്തിൽ ആലോചിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ എന്നെങ്കിലും സ്വയം വിമർശനം നടത്തിയിട്ടുണ്ടോ? പിണറായി വിജയൻ എപ്പോഴെങ്കിലും തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. പിണറായി വിജയനും കേരളത്തിലെ മാധ്യമ ലോകവും തമ്മിലുള്ളൊരു ബന്ധം എടുത്തു നോക്കൂ. അദ്ദേഹം എന്നും മാധ്യമങ്ങൾക്ക് നേരെ കുരച്ച് ചാടിക്കൊണ്ടേ. ഏത് കാലത്ത് മാധ്യമങ്ങളെക്കുറിച്ച്, മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്ന സേവനത്തെ പോലെ, ഒരുപക്ഷെ അദ്ദേഹം ചെയ്യുന്ന സേവനത്തെക്കാളും വലിയ സേവനം ചെയ്യുന്ന ഒരാളാണ്, ഒരു വിഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേര് വെറുതെ വന്നതല്ല. ഫോർത്ത് എസ്റ്റേറ്റ് സത്യത്തിൽ വളരെ സാഹസികമായൊരു പണിയാണ്. ഇപ്പോൾ നമ്മളെ മറ്റു 3 എസ്റ്റേറ്റും എടുത്തു നോക്കൂ. പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മതി. യോഗ്യത ഉള്ളവനും അല്ലാത്തവനും ഒക്കെ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടാം. അടിസ്ഥാന യോഗ്യതകളൊന്നും വേണ്ട. എല്ലാ ആനുകൂല്യങ്ങളും ജനങ്ങളുടെ ചിലവിൽ കിട്ടുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവാണ്.
പഠിച്ച് ഉദ്യോഗം നേടിയാൽ കിട്ടുന്നതാണ് എക്സിക്യൂട്ടീവ്. അതിനകത്ത് സാഹസികമായ ആത്മഹത്യ ഈ പറഞ്ഞ ഒന്നും റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറും ഇല്ല. മൂന്നാമത്തെ ഫാക്ടർ ജുഡീഷ്യറിയാണ്. വലിയ ഉദ്യോഗത്തിൽ റിക്രൂട്ട് ചെയ്ത് കിട്ടുന്നതാണ്, കൊളീജിയം മുഖേനയൊക്കെ വരുന്നതാണല്ലോ നമ്മളെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇത് മൂന്നിലും റിസ്ക് ഫാക്ടർ ഇല്ല. എന്നാൽ ജീവിതത്തിൽ എന്നും റിസ്ക് ഉള്ള ഒരു മേഖലയാണ് പത്രപ്രവർത്തനം, മീഡിയ. അതുകൊണ്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ്. ഇത് എന്താ കാര്യം? മറ്റു മൂന്നിനും പറ്റുന്ന അബദ്ധങ്ങളെ മറ്റു മൂന്നും ജനവിരുദ്ധമായി തീരുമ്പോൾ, മറ്റു തൂണുകളൊക്കെ ജനവിരുദ്ധമായി തീരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അതും സ്വമേധയ വളണ്ടറിയാണ്, ആരും കൂലി കൊടുത്തിട്ടല്ല. മലയാളത്തിലും ഇന്ത്യയിലും ലോകത്തുമുള്ള വിഖ്യാതരായ പത്രപ്രവർത്തകർ, മീഡിയ പ്രവർത്തകരൊക്കെ എടുത്തു നോക്കൂ. അവരാരും ഏതെങ്കിലും കുറുക്കു വഴിയിലൂടെ പാർട്ടി ഇടനാഴിയിലൂടെ വന്നു കയറിയതല്ല. ആരുടെയും കുതികാല് ആരെയും വെട്ടി നിരത്തി ഒന്നും വന്നതല്ല. അവർ സ്വയം സമർപ്പിച്ചതാണ്, പലപ്പോഴും ജീവനും ഒക്കെ കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേ ലോകത്തിലെ പത്രക്കാർക്ക് വലിയ മാതൃകയാണ്. അദ്ദേഹത്തോട് കൻസാസ് സിറ്റി സ്റ്റാർ എന്ന് പറയുന്ന പത്രം അദ്ദേഹത്തോട് യുദ്ധം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, സ്പാനിഷ് സിവിൽ വാറാണ്, അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് അദ്ദേഹത്തോട് പത്രത്തിൻ്റെ എഡിറ്റർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആദ്യം ഒരു മിലിറ്ററി കാർഡ് വാങ്ങിത്തരൂ. നമ്മുടെ പത്രക്കാരിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഡൽഹിയിലെ AC റൂമിലിരുന്നിട്ടാണ് ഗൾഫ് വാർ റിപ്പോർട്ട് ചെയ്യുക, അല്ലേ? നമ്മുടെ നാട്ടിലെ സുരക്ഷിതമായ സൗകര്യങ്ങൾ ഇരുന്നുകൊണ്ട് ഇൻ്റർനെറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇസ്രായേൽ വാർ റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ ലോകത്തിലെ ജേർണലിസ്റ്റുകളുടെ മാതൃക അതല്ല. ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം ഒരു മിലിറ്ററി കാർഡ് വാങ്ങി, ഒരു പട്ടാളക്കാരൻ്റെ കാർഡ് വാങ്ങിത്തരൂ, ഞാൻ ആ യുദ്ധത്തിൽ പോയി പങ്കെടുക്കട്ടെ. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പോരാളിയായി പൊരുതിക്കൊണ്ടല്ലാതെ സത്യസന്ധമായ യുദ്ധത്തെക്കുറിച്ച് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ മനുഷ്യനാണ്. എന്നിട്ട് വലിയ അപകടമൊക്കെ പറ്റി, അപകടത്തിൽ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ടു. അവസാനം മതി എന്ന് തോന്നിയപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഉജ്ജ്വലനായ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് ജേർണലിസം. ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ആരാണ് കേസരി, അവരൊക്കെ സ്വയം നഷ്ടപ്പെടുത്തിയവരാണ്. ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ മീഡിയ പ്രവർത്തനത്തിന് വേണ്ടി സ്വയം കളഞ്ഞവരാണ്, സ്വയം ഇല്ലാതായവരാണ്. തങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ സാഹസികമായി ചെയ്യുന്നൊരു മേഖലയാണ് പത്രപ്രവർത്തകൻ. ഈ മാധ്യമ പ്രവർത്തകരെ ഒന്ന് ബഹുമാനിക്കണമെന്ന് ഈ മനുഷ്യന് ഈ ജന്മത്തിൽ തോന്നിയിട്ടില്ല. അത് ചെറിയ സ്വഭാവ വൈകല്യ. ഞാൻ പറഞ്ഞില്ലേ, സ്വഭാവദൂഷ്യം എന്നൊക്കെ വിളിക്കേണ്ടത് ഇതിനെയാണ്. മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന പണി, പോടാ ചെറ്റേ പുറത്ത് എന്ന് പറയുക. ഇത് ഇവിടുത്തെ കൾച്ചറാണ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഇതുണ്ട്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചോളൂ. എന്താ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ, ഇയാൾ വിചാരിച്ചിട്ടുള്ളത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്തോ തെറിയാന്നാ. ആരോ പറഞ്ഞു കൊടുത്താ സിൻഡിക്കേറ്റ് എന്തോ മോശം വാക്കാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധു മനുഷ്യന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ എഴുതുന്ന, ഒരു ഭാഷയിലെ ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്, ഒരു കണ്ടെത്തൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഒരേ സമയം വരുന്നതിനാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഗൗതം ഒരു ന്യൂസ് പീസ് കണ്ടെത്തുന്നു, ഒരു റിസർച്ച്, ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തി ഒരു റിവീൽ ചെയ്തു, ഒരു സാധനം കണ്ടെത്തി. ആ കണ്ടെത്തിയത് നിനക്കിപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ചെയ്യാൻ പറ്റും, ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ രാമേന്ദ്രൻ സാറ് കേട്ടില്ല, രാമേന്ദ്രൻ സാറ് ചൈനീസ് പത്രത്തിന് കോളം കൊടുത്തിട്ടുണ്ട്. അത് ചൈനീസ് അറിഞ്ഞുകൊണ്ടല്ല അത്. അപ്പം അങ്ങനെ ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയാണ് സിൻഡിക്കേറ്റ് എന്ന് പറയാം, മാധ്യമ സിൻഡിക്കേറ്റ്. ഈ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, നിർഭാഗ്യവശാൽ നമുക്ക് മുഖ്യമന്ത്രി എന്ന് വിളിക്കേണ്ടി വന്ന ഒരാൾ, അദ്ദേഹം വിചാരിക്കുന്നത് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ തെറിവാക്കാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അബദ്ധങ്ങളുടെ പഞ്ചാംഗമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം വലിയ എന്താ പറയുക, വിജയശ്രീ ലാളിതനായ, ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്ത ഒരാളാണ്. അതൊന്ന്. പിന്നെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വിരുദ്ധത ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെ രൂപപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി രൂപപ്പെടുത്തിയതുമാണ്. അതേന്നേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കുന്നില്ല, അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ റീല് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ആ ഇൻ്റർവ്യൂവിൽ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനു മാറ്റണം എന്നുള്ള അദ്ദേഹം ചോദിക്കണം. ഞാൻ എന്തിനു നിലപാട് മാറ്റണം? ഇത് കേൾക്കുമ്പം ഒരു മാധ്യമപ്രവർത്തകൻ ആ പ്രവർത്തനത്തിന്റെ മേഖലയാണ് ചെറ്റത്തരം എന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം തിരിച്ചൊരു മറുപടിയും പറയുന്നില്ല. അദ്ദേഹം പറയുന്നില്ല. ഒന്ന് എനിക്ക് തോന്നുന്നു ആ ചോദിച്ചവന് നാക്കു പൊങ്ങാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവൻ്റെ വാലും മാത്രമല്ല, അവൻ്റെ വാലും കാലും നാവും ഒക്കെ കൊണ്ടുപോയിട്ട് CPM-ൻ്റെ ആഫീസിൽ പണയം വെച്ചിട്ട് കുറേ കാലമായി. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് തെറി പറയുന്നത് ഞാൻ പറയുന്ന ഭാഷയിലല്ല, അച്ഛനെ വിറ്റ്, അങ്ങനെ ഉണ്ടല്ലോ, അച്ഛനെ വിറ്റ് രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാൾ എന്ന് ആ പത്രക്കാരനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ അതിലപ്പുറം നമ്മളെപ്പോലുള്ളൊരു പറയുന്നുണ്ട്, ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ
ഇതിൽ ഒരു 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 വാക്ക് ഞാനോട് ചേർത്ത് പറയണം. ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഈ ചെറ്റത്തരം എന്ന വാക്ക് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ആവർത്തിച്ച് മലയാളത്തിലെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഈ മാധ്യമപ്രവർത്തകർക്ക് ഈ പറഞ്ഞ പിതൃശൂന്യന്മാരല്ലാത്തവരാണല്ലോ മഹാഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും. ഈ പറഞ്ഞ ഇൻ്റർവ്യൂ നടത്തുന്ന മാധ്യമപ്രവർത്തകനെ പോലൊന്നും അല്ലല്ലോ. അപ്പോൾ അവരാലോചിക്കേണ്ട ഒരു കാര്യം, ഈ വാക്ക് ചെറ്റ എന്ന വാക്ക്, ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് ചേരുന്ന മട്ടിൽ പിണറായി വിജയനോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഉണ്ടല്ലോ, അദ്ദേഹം വന്ന വഴിയൊക്കെ ആളുകൾ കണ്ടതാണല്ലോ. ആ കണ്ട വഴിയിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നല്ലതൊന്നും ആ വന്ന വഴിയിൽ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പാണ്ഡ്യാല ഷാജി തൊട്ട് അനുഭവസ്ഥർ, അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് തൊട്ട് അയൽവാസി തൊട്ട് എല്ലാവരും കേരളത്തിലെ അദ്ദേഹത്തെ പിണറായി വിജയനെ അറിഞ്ഞ എല്ലാവരും ഏക സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ വന്ന വഴിയിലൊക്കെ പാണ്ഡ്യാല ഷാജിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ കേരളത്തിൽ പിണറായി വിജയനോട് ഇത്രയേറെ ശത്രുതയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് കഴിയുന്ന തൊട്ടടുത്ത വീട്ടുകാരനാണ്. അത് ശത്രുത മാത്രമല്ല ഗൗതം, അദ്ദേഹത്തിന് പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരു പാണ്ഡ്യാല ഗോപാലേട്ടന്റെ മോനാണ്. ഗോപാലേട്ടനാണ് പിണറായി ആക്കിയത്, അല്ലെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനേക്കാളും അത് തീർച്ചയായിട്ടും മറ്റൊരു വിഷയം. പക്ഷേ ഞാൻ വിചാരിക്കുന്ന അദ്ദേഹത്തിന് പിണറായിയോട് പകയോ ദേഷ്യമോ അടങ്ങാത്ത ഈ അമർഷമോ മാത്രമല്ല, അപാരമായ ധൈര്യമുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വഴി മുഴുവനും അറിയാവുന്ന ഒരാൾ പിണറായി വിജയൻ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തയ്യാറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സ്വന്തം ഗ്രാമത്തിലെ സ്വന്തം അയൽപക്കത്തെ പാണ്ഡ്യാല ഷാജി തൊട്ട് അദ്ദേഹത്തെ അറിഞ്ഞ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തതാണ്. നല്ല വാക്കുകളൊന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗം കേൾക്കുമ്പോൾ ചില മാധ്യമപ്രവർത്തകരെങ്കിലും ആലോചിക്കേണ്ടത് പിണറായി വിജയനോടുള്ള നിലപാട് എപ്പോഴാണ്. വന്ന വഴിയിൽ മുഴുവൻ പിണറായിയെ ക്രൂശിക്കുകയും വിമർശിക്കുകയും ചെയ്തവരാണ് പത്രക്കാർ. ഒരുപക്ഷെ മലയാളത്തിലെ പത്രങ്ങൾ ചെയ്ത ഏറ്റവും മഹത്തായ കാര്യവും അതുതന്നെയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക്, അതും ഏറ്റവും ശക്തവും ജനപക്ഷത്ത് അടിസ്ഥാന വർഗത്തിൻ്റേതുമായ ഒരു രാഷ്ട്രീയ വഴിയിലൂടെ അങ്ങേയറ്റം റോങ്ലി പ്ലേസ്ഡ് ആയിട്ട് ഏറ്റവും മോശമായ ഒരു വഴിതെറ്റി വന്ന ഒരാളെപ്പോലെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ഒരാളെ വിമർശിക്കാൻ തയ്യാറാവുക എന്നുള്ളത് പറയുന്നത് പത്രക്കാർ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യമാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ നിലപാടിൽ നമ്മുടെ മാധ്യമങ്ങൾ സമീപകാലത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടോ, അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ രണ്ടാം ടേം വന്ന സമയം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ഇപ്പോൾ ഒന്നാം ടേം വന്നത് നമുക്കറിയാം. അത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കൊണ്ട് ഒരു മീൻസ് രണ്ടാം ടേം. ഒന്നാം ടേം വന്നത് പിണറായി വിജയന് കിട്ടിയ മാൻഡേറ്റ് അല്ല. ഒന്നാമത്തെ ടേം സാക്ഷാൽ VS-ന് കൊടുത്ത മാൻഡേറ്റാണ്. അപ്പോൾ മാൻഡേറ്റാണ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അറിയാലോ അന്ന് കളിച്ച കളികളൊക്കെ. അപ്പോൾ ആ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തേത് കോവിഡ് മഹാദുരന്തം വന്നപ്പോൾ ആളുകളുടെ നിലവിളിയിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഒരു അത് ഏത് ഗവൺമെന്റ് ആയാലും ആ നേരത്തെ ചെയ്യുന്നതാണ്. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് സാഹചര്യം കൊണ്ട് ആളുകൾ മറന്നതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് പോലും അത് വേണ്ട വിധം ഉന്നയിക്കാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ലല്ലോ. ആ സിറ്റുവേഷൻ അതാണല്ലോ. മരണഭയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, ആലോചിക്കാവുന്നൊരു കാര്യം, പിണറായി വിജയനുമായുള്ള ആ അഭിമുഖം മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകുന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഈ വർത്തമാനം. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ചരിത്രത്തിൽ ഒരിക്കലും മാറിയിട്ടില്ല. അവസാനമായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മാറിയിട്ടില്ല, അദ്ദേഹം എന്നും ഇങ്ങനെയാണ്, ഇനി എന്നും ഇങ്ങനെയായിരിക്കുമെന്ന് ധൈര്യപൂർവ്വം പറയുക. അദ്ദേഹം തന്നെ പറയുകയാണ്. അത് അദ്ദേഹത്തെ അറിഞ്ഞ എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ മാറാനൊന്നും പോകുന്നില്ല. അതാണ് പിണറായി വിജയൻ. ഇനി മാറിയതാരാണ്? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അധികാരത്തിലേക്ക് തുടർച്ചയായി വരുന്നു എന്ന് തോന്നിയപ്പോൾ, ഭരണകൂടത്തിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങളും അതിൻ്റെ സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ മൊത്തമായും മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമങ്ങളും അധികാരത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമപ്രവർത്തകരിൽ ചിലരെങ്കിലും പിണറായി വിജയന് സ്തുതി പാടാൻ തുടങ്ങിയിട്ടുണ്ടോ? അവരുടെ മുഖത്ത് നോക്കിയാൽ വിളിച്ചത് ചെറ്റേ, നീ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീയാണ് മാറിയത്, ഞാനല്ല എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയനെ ഇന്നലെ വരെ ഓപ്പറേറ്റ് ചെയ്തവരാണ് ഇവർ. പിണറായി വിജയനെ അടിമുടി കടിച്ചു കീറി വിമർശിച്ച് വന്നവരാണ്.
അതുകൊണ്ട് പിണറായി വിജയൻ നന്നാവില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ സ്വയം നന്നാവാൻ തീരുമാനിച്ചു. ഈ മാധ്യമ പ്രവർത്തകരാണ് മാറിയത്. കൂട്ടത്തിൽ നമ്മളൊരു വാക്കുകൂടി ഒരു കമൻ്റായിട്ട് നമുക്ക് പറയാം. എ ബി സിയെ ഏറ്റവും ജനപ്രിയമാക്കിയ ഒരാൾ അഡ്വക്കേറ്റ് ജയശങ്കർ സാറാണ്. ജയശങ്കർ സാറിനോട് മലയാളത്തിലെ പ്രത്യേകിച്ച് ഈ CPM ന്യായീകരണ തൊഴിലാളികൾക്കൊക്കെയുള്ള വിരോധം എന്താ? പിണറായി വിരുദ്ധനാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം നടപടി നേരിട്ടതോ അതിൻ്റെ പേരിലാണ്. എന്താ അദ്ദേഹം പുലർത്തുന്ന നിലപാട്? അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയനെ കാണാൻ തുടങ്ങിയ കാലം തൊട്ട്, അദ്ദേഹത്തെ കൃത്യമായി മനസ്സിലാക്കിയ കാലം തൊട്ട് എന്താണോ പിണറായി വിജയനോടുള്ള നിലപാട്, ആ നിലപാട് ഇന്നും സ്വീകരിക്കുന്നു. പിണറായി വിജയനോ മാറിയിട്ടില്ല, ജയശങ്കർ സാറും മാറിയിട്ടില്ല. ഇടയിൽ ആരൊക്കെയോ മാറിയിട്ടുണ്ട്. അവർക്ക് മുഖത്ത് കിട്ടിയ അടഞ്ഞ അടിയാണ് ഈ പറഞ്ഞ വർത്തമാനം. ചെറ്റത്തരം മേലാൽ നിങ്ങൾ കാണിക്കാൻ പോകരുത്. ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു തെറിവാക്കായതുകൊണ്ടല്ല. ചെറ്റത്തരം എന്ന് പറയുന്നത് വലിയ സൗകര്യങ്ങളിൽ അന്തസ്സായിട്ട് മനുഷ്യന് ജീവിച്ചു പോകാൻ സൗകര്യമുള്ളപ്പോൾ, ചെറ്റത്തരം തെറിയായി പോകുന്ന അങ്ങനെയാണ്. അന്തസ്സായിട്ട് ജീവിച്ചു പോകാൻ സൗകര്യമുള്ളപ്പോൾ, മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവസരമുള്ളപ്പോൾ, ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളും ജീർണിച്ചു പോകുമ്പോൾ ഇതാ 3ഉം ജീർണിച്ചു പോയിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ അവസരമുള്ളപ്പോൾ, അത് കളഞ്ഞു കുളിച്ചിട്ട് അധികാരത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി വാലാട്ടി നടക്കുന്ന പട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വിളി കേട്ടുകൊണ്ടേയിരിക്കും. അത് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടത് ആ അർത്ഥത്തിൽ അർഹിക്കുന്നവർക്ക് കേൾക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി പക്ഷേ, നമ്മളെ മാധ്യമ പ്രവർത്തകരാരും ഇത് കേട്ടപ്പം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. അവരെയാണ് ചെറ്റ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് മോദി വല്ലതും ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ? വലിയ പുകിലുണ്ടാവുമായിരുന്നു തീർച്ചയായിട്ടും. അത് ഒരു തരത്തിൽ അവർക്ക് ചേരുന്നതാണ് എന്ന് അവർ കൂടി തോന്നിയതിൻ്റെ മൗനമായിരിക്കാം. അല്ലെങ്കിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഈ സൈബർ പോരാളികളെയും ഒക്കെ പേടിച്ചിട്ടുമാകാം. ഭീതി കൊണ്ടായാലും മോഹം കൊണ്ടായാലും പൂതി കൊണ്ടായാലും, ഞങ്ങൾ അങ്ങനെ പറയാം, ഭീതി കൊണ്ടായാലും പൂതി കൊണ്ടായാലും രണ്ടും മോശമാണ് മാധ്യമപ്രവർത്തകർ ചേർന്ന്. ഒരു കാര്യം കൂടി, ഇതിൽ അദ്ദേഹം സ്വയം വിമർശനം എന്നൊരു വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം തോന്നുന്നു. കാരണം ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് സ്വയം വിമർശനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതല്ലേ? ആണ്, തീർച്ചയായിട്ടും സ്വയം വിമർശനമാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു മനുഷ്യൻ, ബേസിക്കലി ഒരു മനുഷ്യന് വേണ്ടത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നടത്തേണ്ട ഒരു പരിശോധന, ആത്മപരിശോധനയുടെ പേരാണ് സ്വയം വിമർശനം. ദൈവമേ, ഇന്നത്തെ എൻ്റെ ഒരു വാക്ക് ആർക്കെങ്കിലും നോവിച്ചോ? എൻ്റെ ഇന്നത്തെ ഒരു മണിക്കൂറെങ്കിലും പാഴായോ? നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ അത് പ്രത്യേകം ചെയ്യണം. ഓരോ മനുഷ്യനും അത് ബാധകമാണ്. വളരെ ഉത്തരവാദിത്തം, രാജ്യത്തിന് വേണ്ടി വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർബന്ധമായൊരു ഏർപ്പാട് വേണത്. ഒരു കമ്മിറ്റി കൂടിയാലുള്ള അജണ്ടയിലൊന്നാണ് സ്വയം വിമർശനം. ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ എനിക്ക് പറ്റിയ തെറ്റുകൾ, ഞാൻ അറിയാതെ പറഞ്ഞു പോയൊരു വാക്ക്, അത് ഏറ്റുപറയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പാർട്ടി ധർമ്മമാണ്. ആരോട് പാർട്ടി ധർമ്മത്തെക്കുറിച്ച് പറയും? ആരോട് കമ്മ്യൂണിസ്റ്റ് ധർമ്മത്തെക്കുറിച്ച് പറയും? ആ ധർമ്മം നശിച്ചു പോയതാണ് ഇന്നത്തെ CPM-ൻ്റെ അവസ്ഥ. CPM വെറുതെ ഇല്ലാതായതല്ലോ, അതിൻ്റെ രീതിശാസ്ത്രം അത് തന്നെ കൈവിട്ടു പോയതാണ്. അതിൻ്റെ ആത്മാവ് അവർ തന്നെ കളഞ്ഞു കുളിച്ചതിൻ്റെ ഫലമാണ്. അത് എടുത്ത് വലിച്ചെറിയുന്നതിൽ, ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു മാർസിയൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആത്മാവ് അതിനകത്ത് നിന്ന് എടുത്തിട്ട്, അറബിക്കടലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം, വലിച്ചെറിഞ്ഞത് ഒരു പക്ഷേ അത് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തും. എന്തായാലും നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വിരുദ്ധതയുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും പെരുമാറ്റം കൊണ്ട് മാത്രമാണ്. അതുണ്ടെങ്കിൽ എന്ന് യാതൊരു കൺഫ്യൂഷനും ഇല്ല, മലയാളിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ആ വിരുദ്ധത നാളത്തെ പോളിങ്ങിൽ കാണുമെന്ന് എല്ലാ പ്രീ പോൾ സർവേകളും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. അത് നമ്മുടെ യോഗമാണ്, നമ്മുടെ വിധിയാണ്. ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ നമ്മളൊക്കെ വോട്ടർമാരായി ജീവിച്ചിരിക്കേണ്ടി വന്നത് നമ്മുടെ നിയോഗമാണ്. അത് ഏറ്റെടുത്തേ പറ്റൂ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.